വാട്ടർ ലെവലുണ്ടോ? ഓസ് ബേബി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിരിക്കണോ? സുഖമായിരിക്കണല്ലേ? നീ എന്തിനാ രാവിലെ വന്ന്? ഞാന് വാട്ടർ മറ്റേ ലെവല് ഓസ് അതെന്താ പണിയുണ്ടാ? അത് വാങ്ങാൻ വേണ്ടി വന്നാണോ? എത്ര റുപ്യ? അത് ഇത് മതി, ഒരു റൂള്. ഒന്ന് മതി. ഇത് നോക്ക്, ഇതിലിപ്പോ 30 മീറ്റർ ഉണ്ടാവും. ഇത് മതിയോ? അത് മതിയാവും. ഇതൊരു 250 റുപ്യോളം വില വരും. മതിയോ? മതിയാവും. ഇത് ലക്ഷം കമ്മിയാവോ? കമ്മി എന്താ, 10% കമ്മിയാക്കി തരാ, ശരിയാക്കി തരാ. പിന്നെ എന്താ ഇന്ന് പണിക്ക് പോയില്ലേ? പൂവന്നെ. അപ്പൊ അമ്പലത്തിലെ പൂജ കഴിഞ്ഞോ? അമ്പലത്തിൽ പൂജ കഴിഞ്ഞു. പൂജ കഴിഞ്ഞു. അപ്പൊ രാവിലെ 5 മണിക്ക് തുടങ്ങില്ലേ? 4 മണിക്ക് കുളിച്ച് 5 മണിക്ക് അമ്പലം തുറന്ന് 8 മണി വരെ അമ്പലത്തിലിരിക്കും അല്ലേ? 8:30 മണിക്ക് നീ അവിടെ നട ചാഞ്ചിട്ട് ആർക്കും വന്ന തൊഴിലാളി സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് നേരെ എന്ത് ചെയ്യും? കച്ചവടത്തിന് പോകും. കച്ചവടത്തിന് പോകും. കച്ചവടമൊക്കെ ഏത് വഴിക്കാ? കച്ചവടം ഇങ്ങനെ ഓരോ വഴിക്ക്. ഇന്ന് മണ്ണാക്കാട് വഴിക്ക് പോകും, ചിലപ്പോ ഇന്ന് പാലക്കാട് വഴിക്ക് പോകും. എന്താ കച്ചവടം? ഇന്ന് ബെഡ്ഷീറ്റും മുണ്ടള് ആണോ? ഓക്കെ. അപ്പൊ എന്തെങ്കിലും കച്ചവടം ഉണ്ടോ? കച്ചവടം ഇങ്ങനെ പോണ്, കുഴപ്പമില്ലാതെ പോണ്. ഇങ്ങനെ ജീവിക്കാൻ പോണ്, തട്ടിമുട്ടി കിട്ടും. അതല്ലേ, ചെറുകാശ് കിട്ടും. കിട്ടും. അപ്പൊ ഓൺലൈൻ കച്ചവടങ്ങളായതുകൊണ്ട് കുറച്ച് കമ്മിയായി ഇപ്രാവശ്യം. ലേശം മൊബൈൽ കൂടെ പോകുമ്പോ വന്നുകൊണ്ട് എല്ലാം കൂടി കമ്മിയായി, ഡിമാൻഡായി. അതല്ലേ, അങ്ങനെ കുഴപ്പം കൂടി ഇല്ലേ? എന്നാലും നമുക്ക് കുഴപ്പമില്ലാണ്ട് പോയിക്കോളും. കുഴപ്പമില്ലാണ്ട് പോയിക്കോളും. അതല്ലേ, ഓക്കെ. പിന്നെ ഇനി എത്ര മണിക്ക് കച്ചവടം കഴിഞ്ഞ് വീട്ടിലെത്താ? ഇനിയിപ്പോ 4 മണിക്ക് ഇവിടെ എത്തും. 4 മണിക്ക് എത്തിയാല് കുളിച്ച് വൃത്തിയായിട്ട് 5 മണിക്ക് അതിന്. അതല്ലേ, അപ്പൊ അങ്ങനെ 2 പണിയും കൂടി ചേർന്നിട്ട് ഇങ്ങനെ പോയിക്കോളും. ഇങ്ങനെ പോയിക്കോളും. അതല്ലേ, അപ്പൊ ഡെയിലി ഉള്ള പരിപാടി ഇങ്ങനെയൊക്കെയാണ്. ശരി. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? കുട്ടികളെല്ലാം പഠിക്കണേ? മകള് 9-ല്, മകന് 7-ല്. അവരൊക്കെ പഠിപ്പിച്ചിട്ട് നമുക്ക് ജോലിക്കാരനാക്കണോ അതോ ജോലിക്കാരനെ മതിയോ? ജോലിക്ക് ആക്കണുണ്ട്. പഠിക്കട്ടെ, അവര് പഠിക്കട്ടെ. അതല്ലേ, ഇപ്പൊ നമ്മളെ പോലെ ആവണ്ട അവര്. നീ എത്ര വരെ പഠിച്ചു? ഞാൻ 5 വരെ പോയിട്ടുള്ളൂ. അപ്പൊ കുട്ടികളെ എങ്ങനെയാ SSLC കഴിഞ്ഞ് ഡിഗ്രി എടുപ്പിക്കണം? എടുക്കണം. പിന്നെ വേറെന്താ പരിപാടി ഉദ്ദേശം? പരിപാടിയൊക്കെ കുഴപ്പമില്ല, പോണു. ഭാര്യ ജോലിക്ക് പോകണ്ടോ? പോണ്ട്, വീട്ടിലുണ്ട്. ഓർഡർ വേണോ? ഓർഡർ പളുപ്പ് കിട്ടിയിട്ടുണ്ട്. ഓർഡർ എത്രണ്ണം വേണം? ഒരു 5 എടുത്ത് വെക്ക്, ഞാൻ വരാം. അതല്ലേ, കച്ചവടം കഴിഞ്ഞ് വരുമ്പോ കൊണ്ടുപോവാ. ശരി കേട്ടോ. ഓക്കെ, താങ്ക് യു. വാട്ടർ ലെവലുണ്ടോ? ഓസ് ബേബി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിരിക്കണോ? സുഖമായിരിക്കണല്ലേ? നീ എന്തിനാ രാവിലെ വന്ന്? ഞാന് വാട്ടർ മറ്റേ ലെവല് ഓസ് അതെന്താ പണിയുണ്ടാ? അത് വാങ്ങാൻ വേണ്ടി വന്നാണോ? എത്ര റുപ്യ? അത് ഇത് മതി, ഒരു റൂള്. ഒന്ന് മതി. ഇത് നോക്ക്, ഇതിലിപ്പോ 30 മീറ്റർ ഉണ്ടാവും. ഇത് മതിയോ? അത് മതിയാവും. ഇതൊരു 250 റുപ്യോളം വില വരും. മതിയോ? മതിയാവും. ഇത് ലക്ഷം കമ്മിയാവോ? കമ്മി എന്താ, 10% കമ്മിയാക്കി തരാ, ശരിയാക്കി തരാ. പിന്നെ എന്താ ഇന്ന് പണിക്ക് പോയില്ലേ? പൂവന്നെ. അപ്പൊ അമ്പലത്തിലെ പൂജ കഴിഞ്ഞോ? അമ്പലത്തിൽ പൂജ കഴിഞ്ഞു. അപ്പൊ രാവിലെ 5 മണിക്ക് തുടങ്ങില്ലേ? 4 മണിക്ക് കുളിച്ച് 5 മണിക്ക് അമ്പലം തുറന്ന് 8 മണി വരെ അമ്പലത്തിലിരിക്കും അല്ലേ? 8:30 മണിക്ക് നീ അവിടെ നട ചാഞ്ചിട്ട് ആർക്കും വന്ന തൊഴിലാളി സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് നേരെ എന്ത് ചെയ്യും? കച്ചവടത്തിന് പോകും. കച്ചവടത്തിന് പോകും. കച്ചവടമൊക്കെ ഏത് വഴിക്കാ? കച്ചവടം ഇങ്ങനെ ഓരോ വഴിക്ക്. ഇന്ന് മണ്ണാക്കാട് വഴിക്ക് പോകും, ചിലപ്പോ ഇന്ന് പാലക്കാട് വഴിക്ക് പോകും. എന്താ കച്ചവടം? ഇന്ന് ബെഡ്ഷീറ്റും മുണ്ടള് ആണോ? ഓക്കെ. അപ്പൊ എന്തെങ്കിലും കച്ചവടം ഉണ്ടോ? കച്ചവടം ഇങ്ങനെ പോണ്, കുഴപ്പമില്ലാതെ പോണ്. ഇങ്ങനെ ജീവിക്കാൻ പോണ്, തട്ടിമുട്ടി കിട്ടും. അതല്ലേ, ചെറുകാശ് കിട്ടും. കിട്ടും. അപ്പൊ ഓൺലൈൻ കച്ചവടങ്ങളായതുകൊണ്ട് കുറച്ച് കമ്മിയായി ഇപ്രാവശ്യം. ലേശം മൊബൈൽ കൂടെ പോകുമ്പോ വന്നുകൊണ്ട് എല്ലാം കൂടി കമ്മിയായി, ഡിമാൻഡായി. അതല്ലേ, അങ്ങനെ കുഴപ്പം കൂടി ഇല്ലേ? എന്നാലും നമുക്ക് കുഴപ്പമില്ലാണ്ട് പോയിക്കോളും. കുഴപ്പമില്ലാണ്ട് പോയിക്കോളും. അതല്ലേ, ഓക്കെ. പിന്നെ ഇനി എത്ര മണിക്ക് കച്ചവടം കഴിഞ്ഞ് വീട്ടിലെത്താ? ഇനിയിപ്പോ 4 മണിക്ക് ഇവിടെ എത്തും. 4 മണിക്ക് എത്തിയാല് കുളിച്ച് വൃത്തിയായിട്ട് 5 മണിക്ക് അമ്പലത്തിൽ. അതല്ലേ, അപ്പൊ അങ്ങനെ 2 പണിയും കൂടി ചേർന്നിട്ട് ഇങ്ങനെ പോയിക്കോളും. അതല്ലേ, അപ്പൊ ഡെയിലി ഉള്ള പരിപാടി ഇങ്ങനെയൊക്കെയാണ്. ശരി. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? കുട്ടികളെല്ലാം പഠിക്കണേ? മകള് 9-ല്, മകന് 7-ല്. അവരൊക്കെ പഠിപ്പിച്ചിട്ട് നമുക്ക് ജോലിക്കാരനാക്കണോ അതോ ജോലിക്കാരനെ മതിയോ? ജോലിക്ക് ആക്കണുണ്ട്. പഠിക്കട്ടെ, അവര് പഠിക്കട്ടെ. അതല്ലേ, ഇപ്പൊ നമ്മളെ പോലെ ആവണ്ട അവര്. നീ എത്ര വരെ പഠിച്ചു? ഞാൻ 5 വരെ പോയിട്ടുള്ളൂ. അപ്പൊ കുട്ടികളെ എങ്ങനെയാ SSLC കഴിഞ്ഞ് ഡിഗ്രി എടുപ്പിക്കണം? എടുക്കണം. പിന്നെ വേറെന്താ പരിപാടി ഉദ്ദേശം? പരിപാടിയൊക്കെ കുഴപ്പമില്ല, പോണു. ഭാര്യ ജോലിക്ക് പോകണ്ടോ? പോണ്ട്, വീട്ടിലുണ്ട്. ഓർഡർ വേണോ? ഓർഡർ പളുപ്പ് കിട്ടിയിട്ടുണ്ട്. ഓർഡർ എത്രണ്ണം വേണം? ഒരു 5 എടുത്ത് വെക്ക്, ഞാൻ വരാം. അതല്ലേ, കച്ചവടം കഴിഞ്ഞ് വരുമ്പോ കൊണ്ടുപോവാ. കൊണ്ടുപോവാ. ശരി കേട്ടോ. ഓക്കെ, ഓക്കെ. താങ്ക് യു.